പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ഏത്തപ്പഴവും മൈദയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ചായക്കടകളിൽ നിന്നും മേടിക്കുന്നതിനേക്കാളും രുചികരമായിട്ട് നമുക്ക് പഴംപൊരി വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. മൈദയോടൊപ്പം തന്നെ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി ഇടുമ്പോൾ നമ്മുടെ ഈ പഴംപൊരി ഒന്ന് ക്രിപ്സി ആയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ അത് വേണ്ട, നല്ല സോഫ്റ്റായിട്ട് ഇരുന്നാൽ മതിയെങ്കിൽ മൈദ മാത്രം എടുത്താൽ മതി. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഏലക്ക പഞ്ചസാരയും ചേർത്ത് പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒരു ബീറ്ററോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. അധികം അങ്ങ് വെള്ളം കോരി ഒഴിച്ച് ഒരുപാട് ലൂസാക്കി എടുക്കണ്ട. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബീറ്റർ വെച്ച് കുറച്ച് നേരം ഇതുപോലെ ഇളക്കി കൊടുത്താൽ നമ്മുടെ പഴംപൊരിയുടെ ആ ഒരു ബാറ്റർ നല്ലൊരു സോഫ്റ്റായിട്ട് വരും. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്തെടുക്കുക. ഇനി ഇതിന് ആവശ്യമായ പഴം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പം ഒരു 4 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഏത്തപ്പഴം ആയതുകൊണ്ട് 2 ആയിട്ടാണ് കീറിയെടുത്തിരിക്കുന്നത്. ഏത്തപ്പഴം ഇതുപോലെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ 2 ആയിട്ടോ അല്ലെങ്കിൽ 3 4 കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഇതുപോലെ കീറിയെടുക്കാം. ഇനി നമ്മൾ കലക്കി വെച്ച ആ മാവിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ള് തികച്ചും ഓപ്ഷണലാണ്. ഇനി നമുക്ക് പഴംപൊരി ചുട്ടെടുക്കാൻ തുടങ്ങാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതുപോലെ എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കുറച്ച് മാവ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ എണ്ണ നല്ല പരുവായിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ഓരോ പഴമായിട്ട് ഈ മാവിലേക്ക് മുക്കി ഇതുപോലെ ഇട്ട് കൊടുക്കാം. പഴംപൊരി ഇതുപോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഒരു സ്പൂണ് വേണമെങ്കിൽ ഉപയോഗിക്കാം. എനിക്ക് സ്പൂണ് ഉപയോഗിച്ച് പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ കൈ വെച്ച് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. പഴംപൊരി തിരിച്ചും മറിച്ചും ഇട്ട് ഇതുപോലെ നമുക്ക് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അധികം അങ്ങ് കരിഞ്ഞു പോകണ്ട, കളറ് ചേഞ്ച് ആവണ്ട. ഇതുപോലെ അവിടെ ഇവിടെയായിട്ട് കളറിൻ്റെ വ്യത്യാസം ഒന്ന് മാറി വരുമ്പോഴേക്ക് നമ്മുടെ ഉള്ളിലെ ആ പഴമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. ഈ സമയം നമുക്ക് ഇത് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റിയെടുക്കാം. നന്നായി എണ്ണ ചൂടായതിന് ശേഷമാണ് നമ്മൾ പഴംപൊരി ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ അതിന് ശേഷം നമ്മൾ സ്റ്റൗ അങ്ങ് സിമ്മിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ പിന്നെ അകത്തെ ആ പഴം വേവാതെ തന്നെ പെട്ടെന്ന് മാവ് മൂത്ത് വരും. അപ്പോൾ അങ്ങനെ ആവാതെ സിമ്മിലിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ നമുക്ക് ബാക്കി വന്ന മാവിലും കൂടെ പഴംപൊരി മുക്കി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഈ അളവിൽ എനിക്കിപ്പം ചെറിയ പഴമായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ 6 ഏത്തപ്പഴം ഞാൻ ഇതുപോലെ മുറിച്ച് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ.